എടോ ഞാനൊന്ന് പുറത്തു പോവാണേ, വരാൻ കുറച്ച് ലേറ്റ് ആവും. ആ പിന്നെ വൈകുന്നേരം സുജിത്ത് വരും ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ. താൻ അപ്പോഴേക്ക് വരില്ലേ? അത് 5:30-ക്കല്ലേ? ആ അപ്പോഴത്തേക്കെന്നല്ലേ ഞാൻ എത്തും. ആ തൻ്റെ ഫേസിൽ എന്തോ മാറ്റം ഉണ്ടല്ലോ. എന്ത് മാറ്റം? ഒരു ഗ്ലോ വന്ന പോലെ. യു ലുക്ക് വെരി ഹാപ്പിയർ. നല്ലതല്ലേ? അല്ല, ഇങ്ങനെ കോംപ്ലിമെന്റ്സ് ഒന്നും തരാത്ത ആളാണല്ലോ, പെട്ടെന്ന് എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല, ജസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ശരി, എങ്കിൽ ബൈ. ഞാൻ ഇറങ്ങട്ടെ അവിടെ. ആ അവിടെ ഇരിക്കണം, കുറച്ച് കഴിഞ്ഞ് പോകും. ഓ, ഞാൻ വെറുതെ അവിടെ ഇരുന്നപ്പോൾ ചുമ്മാ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇനി ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് മതി. നിങ്ങളെങ്ങനെ ഈ 5 കൊല്ലം ഇങ്ങനെ സമാധാനത്തോടെ ജീവിച്ചേ? ഞാനൊക്കെ 2 കൊല്ലമായപ്പോഴേക്കുണ്ടല്ലോ മടുത്ത്. പോട്ടെ. അവൻ്റെ വിചാരം നമ്മൾ ഭയങ്കര ഹാപ്പിയാന്ന്. നമുക്കല്ലേ അറിയൂ നമ്മുടെ അവസ്ഥ. അപ്പോൾ എത്ര കാലമായിട്ട് കണ്ടിന്യൂ ചെയ്യണം നിൻ്റെ പ്ലാൻ? വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ. വേറെ ഓപ്ഷൻ ഇല്ല. നീ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ലേ? എന്താ പ്രശ്നം? ഇതിലൊക്കെ മേജർ ഫാക്ടർ അതല്ലേ? അതിൻ്റെ അല്ല, നിനക്കറിയാവുന്നല്ലേ എൻ്റെ വീട്ടുകാരെ. ഒന്നാമത്തെ കാര്യം അവർ ഭയങ്കര റിലീജിയസാണ്. പിന്നെ അതിൻ്റെ കൂടെ അവരുടെ തറവാടുത്തം, ആത്മാഭിമാനം. കല്യാണം കഴിഞ്ഞ് ഞാൻ ഡിവോഴ്സായി വീട്ടിൽ വന്നൊന്നും അവർക്കത് ഇഷ്ടപ്പെടില്ല. ഞാനതല്ല ആലോചിക്കണേ. ഞാനും രാഹുലും 7 വർഷം പ്രേമിച്ച് കല്യാണം കഴിച്ചവരാ. പക്ഷേ 7 വർഷമായിട്ടും എനിക്ക് അവനെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കണം. അങ്ങനെ ഞങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ സമയത്തും പല റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയോ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ കല്യാണം കഴിയുമ്പോൾ മാറും, കുറച്ച് നാൾ കഴിയുമ്പോൾ മാറും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു ഹിൻ്റായിരുന്നല്ലേ? മനസ്സിലാക്കാൻ പറ്റാതിരുന്നത് എൻ്റെ പ്രശ്നമല്ലേ? ഇപ്പോഴും അവനെ ആരൊക്കെ വിളിക്കുന്നുണ്ട്, അവനെ ആരൊക്കെ കാണാനും പോകുന്നുണ്ട്, വീഡിയോ കോളും ചെയ്യാറുണ്ട്. ചില ദിവസങ്ങൾ അവൻ ഭയങ്കര ലേറ്റായിട്ട് വരും, ചില ദിവസങ്ങൾ വരാറേ ഇല്ല. എന്തിനാ? കഴിഞ്ഞ ആഴ്ച അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ 2 ദിവസം വീട്ടിൽ എത്തിയിട്ടില്ല. ഓഫീസ് ട്രിപ്പായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്കത് ഉറപ്പാണ്, ഓഫീസ് ട്രിപ്പല്ലത്. നീ ലൈഫിൽ ശരിക്കും ഹാപ്പിയാണ്? ഹാപ്പിയാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. പണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്ന് ആലോചിച്ചാൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, എനിക്കിഷ്ടമുള്ളിടത്ത് പോവാം, ആരോടൊന്നും ചോദിക്കണ്ട, ഒന്നും പറയണ്ട, ഒന്നും ചോദിക്കണ്ട. എന്താണോ ഇഷ്ടം അത് ചെയ്യാം. കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു ലേബലുള്ളതുകൊണ്ട് വീട്ടുകാരൊന്നും ചോദിക്കാൻ പറ്റില്ല. രാഹുലിൻ്റെ മെസ്സേജാണ്, ഇന്നും വരില്ല അത്ര.